മലപ്പുറം ജില്ലയിൽ ചാലിയാർ, പോത്തുകല്ല് പ്രദേശങ്ങളിൽ മഞ്ഞപ്പിത്തം പടരുന്നതിൽ ജാഗ്രതയിൽ ആരോഗ്യവകുപ്പ്. ജനുവരിക്ക് ശേഷം 8 പേരാണ് മഞ്ഞപ്പിത്തം ബാധിച്ച് ജില്ലയിൽ മരിച്ചത്. ഇതിൽ 3 പേരും ഒരാഴ്ചക്കിടെയാണ് മരിച്ചത്. ജനുവരിക്ക് ശേഷം 3000-ഓളം പേർക്കാണ് ജില്ലയിൽ മഞ്ഞപ്പിത്തം ബാധിച്ചത്. ഏറെയും മലയോര മേഖലയിൽ. നിലമ്പൂരിൽ 3 പേരും ചാലിയാറിൽ 2 പേരും ചികിത്സയിലുണ്ട്. മഴക്കാലം രോഗവ്യാപനത്തിന്റെ തോത് വർദ്ധിപ്പിച്ചേക്കും. ജാഗ്രത വേണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക. കൈകൾ നന്നായിട്ട് സോപ്പിട്ട് കഴുകുക, പ്രത്യേകിച്ച് ടോയ്ലറ്റിൽ പോയതിനു ശേഷം കൈ സോപ്പിട്ട് കഴുകുക. ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ഇളം ചൂടോടെ ആഹാരം കഴിക്കുക, മൂടി വെക്കുക, ഭക്ഷണപദാർത്ഥങ്ങൾ മൂടി വെക്കുക. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ടോയ്ലറ്റുകളിൽ പോയി ആ ഒരു ടോയ്ലറ്റ് ഉപയോഗിക്കുന്നവരും ശ്രദ്ധിക്കണം. കാരണം രോഗി ടോയ്ലറ്റിൽ പോയി കൈയൊക്കെ നന്നായിട്ട് സോപ്പിട്ട് കഴുകാതെ വന്ന് അതിൻ്റെ ഹാൻഡിലൊക്കെ പിടിക്കുമ്പോൾ പിന്നീട് പോകുന്ന ആൾക്കാർക്കും അവർ ആ ഹാൻഡിലൊക്കെ പിടിച്ചാൽ അവർക്കും അസുഖങ്ങൾ വരാൻ. കാരണം നമ്മൾക്കറിയാം, നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ കൈ സാനിറ്റൈസ് ചെയ്യാതെ നമ്മൾ ആ കൈ കൊണ്ട് നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ എടുത്ത് നമ്മൾ കഴിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് പ്രത്യേകിച്ച് മറ്റുള്ളവർക്ക് അസുഖം വരുന്നത്. സാഹചര്യം വിലയിരുത്തുന്നതിനായി ചാലിയാറിൽ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. പഞ്ചായത്ത് അംഗങ്ങൾ, വ്യാപാരികൾ, ഹോട്ടലുകൾ, കൂൾ ബാർ നടത്തിപ്പുകാർ എന്നിവരുടെ സഹകരണത്തോടെ ബോധവൽക്കരണം ശക്തിപ്പെടുത്തും. ചാലിയാർ പഞ്ചായത്തിൽ രോഗപ്രതിരോധത്തിന് 1 മാസത്തേക്കുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാനും യോഗത്തിൽ തീരുമാനിച്ചു. കൈരളി ന്യൂസ്, മലപ്പുറം. പക്ഷിപ്പനി സ്ഥിരീകരിച്ച പത്തനംതിട്ട ജില്ലയിലെ നിരണത്ത് രോഗപ്രതിരോധ നടപടികൾ ഇന്ന് ആരംഭിക്കും. മുൻകരുതൽ നടപടിയുടെ ഭാഗമായി രോഗം സ്ഥിരീകരിച്ച നിരണം ഡക്ക് ഫാമിലെ എല്ലാ താറാവുകളെയും കൊന്നൊടുക്കും. പക്ഷിപ്പനി സ്ഥിരീകരിച്ച 1 കിലോമീറ്റർ ചുറ്റളവിൽ ഇൻഫെക്റ്റഡ് സോണായും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇൻഫെക്റ്റഡ് സോണിൽ ഉൾപ്പെടുന്ന എല്ലാ പക്ഷികളെയും ഇല്ലായ്മ ചെയ്യും. ആരോഗ്യവകുപ്പും ജില്ലാ ഭരണകൂടവും മൃഗസംരക്ഷണ വകുപ്പും ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുക. ആരോഗ്യവകുപ്പിലെ സംസ്ഥാന തലത്തിലെ ഉന്നതതല സംഘം ഇന്ന് ജില്ലയിൽ സന്ദർശനം നടത്തും. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സന്ദർശനം.